ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫാർമക്കോളജിയിലെ തന്നെ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, ആൻറ്റി ആൻജലിൻ മെഡിക്കേഷൻസ്, ആൻറ്റി അരിത്മി ഡ്രഗ്സ്, ഈ ഒരു ടോപ്പിക്കിലൊക്കെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എയിംസ്, RRB, അതുപോലെ സ്റ്റേറ്റ്, നമ്മുടെ കേരള സ്റ്റേറ്റ് ആയാലും അതുപോലെ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഫാർമസിസ്റ്റ് എക്സാമിനേഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എക്സാം വരുന്നുണ്ട്, മറ്റുള്ള IMS എക്സാം, ഏതൊരു എക്സാമിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു നോളേജ് കിട്ടും. അതുപോലെ തന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ദി എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഇത് RRB ഫാർമസിസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ ഓപ്ഷൻസ് അറ്റിൻലോൾ, ഹൈഡ്രോക്ലോറോതൈസൈഡ്, ഹൈഡ്രലാസിൻ, ക്ലോണിഡിൻ. ഓക്കെ, സോ ഈ 4 ഓപ്ഷനിൽ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ്, എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് തൈസൈഡ് ഡയറോട്ടിക്സ് ആണ്. ഓക്കെ, ഹൈഡ്രോക്ലോറോതൈസൈഡ്സ് ആയിരിക്കും വരിക. ഓക്കെ, സോ നമ്മൾ അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗുകൾ, ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ JNC 7 ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഏതാ, നോർമൽ ലെവൽ എത്രയാണ്, പ്രീ ഹൈപ്പർ ടെൻഷൻ്റെ ലെവൽ എങ്ങനെയാണ് വരിക, സ്റ്റേജ് 1, സ്റ്റേജ് 2, ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. സോ ഞാനിത് വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നോക്കിയിട്ട് തന്നെ പോവുക. അതൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, അതുപോലെ ചില കേസുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ പറയുന്നത് എന്താണ്, തൈസൈഡ് ഡയറോട്ടിക്ക എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആളുകളാണ് നിങ്ങൾ വരുന്നത്, അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ AC ഇൻഹിബിറ്റേഴ്സോ ആയിരിക്കും, അല്ലെങ്കിൽ ARBS ഒക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ എൽഡർലി പേഷ്യൻസ് ആണ് നമ്മൾ വരുന്നതെങ്കിൽ അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ തൈസൈഡ് ഡയറോട്ടിക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനത്തെ അതുപോലെ റീസൺ അറ്റാക്ക് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓരോ കണ്ടീഷൻ നമ്മൾ നോക്കുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറോതൈസൈഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AC ഇൻഹിബിറ്റേഴ്സ് കോസസ്. ഓക്കെ, ഹൈപ്പോകലീമിയ, ഡ്രൈ കഫ്, കോൺസ്റ്റിപ്പേഷൻ, ഹൈപ്പർഗ്ലൈസീമിയ. ഓക്കെ, AC ഇൻഹിബിറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. സോ നിങ്ങൾ AC ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം, കാരണം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ AC ഇൻഹിബിറ്റേഴ്സ് വന്ന് കണ്ടിട്ടുണ്ട്. സോ അതിൽ ഒന്നാമത്തെ കാര്യം അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ ആൻസർ വരുന്നത് ഡ്രൈ കഫാണ്. ഡ്രൈ കഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനാണ്, അത് AC ഇൻഹിബിറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓർത്ത് വയ്ക്കാൻ നമുക്കൊരു കോഡ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ക്യാപ്റ്റോപ്രിൽ ഒരു ഡ്രഗാണ് AC ഇൻഹിബിറ്റേഴ്സിൽ വരുന്നത്. ആ ഡ്രഗ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. അതിൽ C എന്ന് പറഞ്ഞാൽ എന്താണ്, കഫ് ഡ്രൈ കഫ് ആയിരിക്കും. ഓക്കെ, A എന്ന് പറഞ്ഞാൽ ആൻജിയോ എഡിമ, P എന്ന് പറഞ്ഞാൽ പ്രോട്ടീനൂറിയ, T എന്താണ്, ടെറാറ്റോജനിക് എഫക്റ്റ്, O എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെൻഷനിൽ O ഇല്ലേ, ഹൈപ്പോ അത് എടുക്കുന്നത്. N എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രോപ്പീനിയ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ന്യൂട്രോപ്പീനിയയുടെ P ആയിട്ട് നമ്മൾ ഇത് എടുക്കേണ്ടി വരും. R റാഷസ്, ഇച്ചിങ്, ആൻഡ് L ഫോർ ദി ലോസ് ഓഫ് ടേസ്റ്റ്. ഓക്കെ, ലോസ് ഓഫ് ടേസ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ലോസ് ഓഫ് ടേസ്റ്റ് കേട്ടോ. കാരണം എല്ലാ ഡ്രഗ്സിനുള്ള ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലല്ലോ. സോ നമ്മൾ എപ്പോഴും ADR പഠിക്കുമ്പോൾ റെയർ ആയിട്ട് വരുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഈ ലോസ് ഓഫ് ടേസ്റ്റിനെ നമ്മൾ ഡിസ്ഗ്യൂസിയ എന്ന് നമ്മൾ പറയും. ഓക്കെ, അങ്ങനത്തെ ഒരു ടേമും നമ്മൾ ഓർത്ത് വയ്ക്കുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ഈ പറഞ്ഞ ഡ്രൈ കഫ്, ആൻജിയോഡിമ, ടെറാറ്റോജനിക് എഫക്റ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ AC ഇൻഹിബിറ്റേഴ്സ് പഠിക്കുമ്പോൾ വേറൊരു കാര്യം ഓർക്കണം, എല്ലാ ഡ്രഗ്സും ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗും AC ഇൻഹിബിറ്റേഴ്സ് തന്നെ എന്താണ്, പ്രോ ഡ്രഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ പ്രോ ഡ്രഗ് അല്ലാത്ത AC ഇൻഹിബിറ്റേഴ്സ് ഏതാണെന്ന് ചോദിക്കാം അല്ലേ. അങ്ങനത്തെ രണ്ട് ഡ്രഗ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഈ പറഞ്ഞ ക്യാപ്റ്റോപ്രിൽ പ്രോ ഡ്രഗ് അല്ലാത്ത ഒരു AC ഇൻഹിബിറ്റേഴ്സ് ആണ്, ആക്റ്റീവ് ഡ്രഗ് ആണ്. അതുപോലെ തന്നെ ലിസിനോപ്രിൽ. ഓക്കെ, ബാക്കിയുള്ള ഡ്രഗ്സ് അതായത് കെനാലപ്രിൽ, റാമിപ്രിൽ, ഫോസിനോപ്രിൽ, ബെൻസപ്രിൽ, അങ്ങനത്തെ ക്യുനാപ്രിൽ, ഇതൊക്കെ എന്താണ്, പ്രോ ഡ്രഗ് ഫോമിലാണ് വരുന്നത്. ഈ 2 ഡ്രഗ് മാത്രമാണ് ആക്റ്റീവ് ഫോമിലേക്ക് വരുന്ന ഡ്രഗ്. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ AC ഇൻഹിബിറ്റേഴ്സും ARBS നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്, ക്രോണിക് കിഡ്നി ഡയബറ്റിക് നെഫ്രോപ്പതി വരുന്ന പേഷ്യൻസിന്, CKD വരുന്ന പേഷ്യൻസിന് നമ്മൾ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് എടുക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ്.
ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യുക. സോ ഇത് ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ പറയുന്നത് ഇതിൽ. അത് നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുമല്ലോ. സോ ACNBTS പഠിക്കുക, അതിൻ്റെ കാര്യങ്ങളും എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക. അതുപോലെ അഡ്വേഴ്സ് റിയാക്ഷൻ നോക്കുക, ഇൻട്രാക്ഷൻ നോക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. സോ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, വിച്ച് hypertensive is safe in pregnancy? Losartan, enalapril, metheldoppa ആൻഡ് റാമിപ്രിൽ. ഓക്കെ, സോ ഇതിൽ ഏറ്റവും സേഫസ്റ്റ് ഡ്രഗായിട്ട് നമുക്ക് പറയാവുന്ന ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് മീഥൽഡോപ്പ. ഓക്കെ, മീഥൽഡോപ്പ അതുപോലെ ലെബറ്റലോൾ നമ്മൾ പ്രിഫേർഡ് ഇൻ പ്രഗ്നൻസി. ARBS ആൻഡ് ACNBTS ആർ കോൺട്രാൻഡിക്കേറ്റഡ് ബിക്കോസ് അതെന്താണ്, ടെറാറ്റോജനിക് എഫക്റ്റുള്ള ഡ്രഗ്സാണ്, നമ്മൾ കൊടുക്കില്ല പ്രഗ്നൻസിയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ഡ്രഗ്സാണ് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കോഡ് ഞാൻ ബെറ്റർ മദർ കെയർ ഡ്യൂറിങ് ഹൈപ്പർടെൻസീവ് പ്രഗ്നൻസി എന്ന് പറഞ്ഞുകൊണ്ട് LSGDയുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മിനോക്സിഡിൽ ആക്ട് ബൈ കാൽസ്യം ചാനൽ ബ്ലോക്കേഡ്, ഓപ്പണിംഗ് ഓഫ് പൊട്ടാഷ്യം ചാനൽസ്, സോഡിയം ചാനൽ ബ്ലോക്കേജ്, റെനിൻ ഇൻഹിബിഷൻസ്. ഓക്കെ, സോ മിനോക്സിഡിൻ്റെ ഏത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓപ്പണിംഗ് ഓഫ് പൊട്ടാഷ്യം ചാനൽസ്. സോ ഓരോ ഡ്രഗിൻ്റെയും കറക്റ്റ് ഫംഗ്ഷനും കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. അതിൽ റെനിൻ ഇൻഹിബിഷൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ എന്നുള്ള ഡ്രഗ്സിൻ്റെ കാര്യം നിങ്ങൾ പറയും. ഡയറക്റ്റായിട്ട് റെനിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ അങ്ങനത്തെ ചോദിക്കാം, ഏതൊക്കെയാണ്, ദാറ്റ് ഇസ് ആലിസ്കിരൺ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നില്ലേ, അതൊക്കെയാണ് വരിക, ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ഡ്രഗുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എ ഡ്രഗ് ദാറ്റ് കോസസ് റിഫ്ലക്സ് ടാക്കിക്കാർഡിയ. ഓക്കെ, അറ്റിൻലോൾ, വെരാപ്പമിൽ, ഹൈഡ്രലാസിൻ, ഡിജോക്സിൻ. ഓക്കെ, ഇതിൽ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, ഹൈഡ്രലാസിൻ ആണ് റിഫ്ലക്സ് ടാക്കിക്കാർഡിയ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ്. ഓക്കെ, സോ ഓരോ ഡ്രഗിൻ്റെയും കറക്റ്റായിട്ട് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും കാര്യങ്ങളും നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, സിസ്റ്റമിക് ലൂപ്പസ് സിൻഡ്രം അല്ലെ എറിത്രമാറ്റോസിസ് അല്ലേ, SLE ഇതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് അഡ്വേഴ്സ് റിയാക്ഷനാണ് ഹൈഡ്രലാസിൻ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിന് ഓർത്ത് വയ്ക്കേണ്ട വേറൊരു അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ട്, കൊറോണറി സ്റ്റീൽ ഫിനോമിനൻ എന്ന് പറയും. ഓക്കെ, സോ അതൊക്കെ നമ്മൾ റെയർ ആയിട്ട് ഉണ്ടാകുന്ന അഡ്വേഴ്സ് റിയാക്ഷനാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുക അല്ലേ. അതും ഈ പറഞ്ഞ ഹൈഡ്രലാസിൻ്റെ ഒരു സൈഡ് എഫക്ട്, ഒരു അഡ്വേഴ്സ് ADR ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ ഇതിൽ വരുന്ന പ്രധാന ഡ്രഗിൻ്റെ പ്രധാന പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ ADR ഒന്നും വിട്ട് കളയാതെ തന്നെ പഠിക്കുക കേട്ടോ. ബീറ്റ ബ്ലോക്കേഴ്സ് വിത്ത് ഇൻട്രിൻസിക് സിമ്പതമിമെറ്റിക് ആക്ടിവിറ്റി. ഓക്കെ, അറ്റിൻലോൾ, പിൻറ്റലോൾ, പ്രൊപ്പൻലോൾ, മെറ്റോപ്രലോൾ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, പിൻറ്റലോളാണ് വരിക. ഇൻട്രിൻസിക് സിമ്പതമിമെറ്റിക് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിൽ ലാപ്പ് എന്നുള്ളൊരു കോഡ് ഓർത്ത് വയ്ക്കുക. ലാപ്പ് എന്ന് പറഞ്ഞാൽ പിൻറ്റലോൾ, അസിബുട്ടലോൾ, ലെബറ്റലോൾ, ഈ 3 ഡ്രഗ്സും ഇൻട്രിൻസിക് സിമ്പതമിമെറ്റിക് ആക്ടിവിറ്റി വരുന്ന ഡ്രഗ്സാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെയും പറഞ്ഞുതരാം. മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലോക്കൽ അനസ്തെറ്റിക് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി ഉള്ള കുറച്ച് ബീറ്റ ബ്ലോക്കേഴ്സും കൂടി ഉണ്ട് കേട്ടോ. ആ ഡ്രഗ്സ് നിങ്ങൾക്ക് പഠിക്കണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ഇതിലേതാണ് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി ഉള്ളത്, ലോക്കൽ അനസ്തെറ്റിക് ആക്ടിവിറ്റി ഉള്ള ബീറ്റ ബ്ലോക്കർ. സോ അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് ഈ പറഞ്ഞ പ്രൊപ്പർനോൾ എന്നുള്ള ഡ്രഗ്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞെറിഞ്ഞ് പോകുന്ന കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലാപ്പ് എന്നുള്ള കോഡ് നമ്മൾ യൂസ് ചെയ്തില്ല, അതിൻ്റെ ഒപ്പം നിങ്ങളൊന്ന് ഓർത്താൽ മതി പ്രൊപ്പൻലോളും ഉണ്ട്, മെറ്റപ്രലോളും ഉണ്ടെന്ന്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി ഉള്ള ഡ്രഗ്സോട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽഷ്യം ചാനൽ ബ്ലോക്കർ യൂസ്ഡ് ഇൻ ഹൈപ്പർ ടെൻഷൻ. ഡിൽറ്റിയാസം, അംലോഡിപ്പിൻ, വെരാപ്പമിൽ, നിമോഡിപ്പിൻ. അപ്പോൾ ഇതിൽ ഒത്തിരി എല്ലാം തന്നിരിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണല്ലേ. സോ നമ്മളിത് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പ്രിഫറബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഡിൽറ്റിയാസമും വെരാപ്പമിലും നമുക്ക് കാർഡിയോ ഡിപ്രസൻസ് ആയിട്ടുള്ള ഡ്രഗ് ആണല്ലോ. സോ അത് നമ്മൾ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല ഹൈപ്പർ ടെൻഷനിൽ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോപിരിഡിനായിരിക്കും. അതിൽ തന്നെ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് അമലോഡിപ്പിനായിരിക്കും. നിമോഡിപ്പിന് നമ്മൾ സെയിം കാറ്റഗറിയിൽ വരുന്ന, പക്ഷേ ഈ ക്വസ്റ്റ്യൻ രണ്ട് തന്നിട്ടുണ്ട്. സോ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് വരുന്നത് അമലോഡിപ്പിനാണ് കേട്ടോ, അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 ഓപ്ഷനും വരുന്നുണ്ട്, പക്ഷേ എന്നാലും പ്രിഫർ ചെയ്യുന്നത് ഡ്രഗ്സ് ആയിട്ട് പറയുന്ന അംലോഡിപ്പിനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കും ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് ആൻജൈനൽ അറ്റാക്ക്. ഐസോത്തോർബിക് ഡൈനൈട്രേറ്റ്, നൈട്രോഗ്ലിസറിൻ സബ്ലിംഗ്വൽ, അറ്റിൻലോൾ, റെനോലാസിൻസ്. സോ ഏതാ ഡ്രഗ് ഓഫ് ചോയ്സ്? അക്യൂട്ട് അറ്റാക്കാണ് ഇതിൽ. പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എപ്പോഴും എന്തായിരിക്കും? നൈട്രോഗ്ലിസറിൻ സബ്ലിംഗ്വൽ ആയിരിക്കും. സോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മൾ ഈ ഒരു കാര്യം, അതായത് ആൻജൈന വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഈ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് എന്നൊക്കെ പറയുന്നത് പ്രോഡ്രഗ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കണം. അതൊരു പ്രോഡ്രഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഡിഫറെൻറ്റ് ഫോം ഉണ്ട്, ലൈക്ക് നൈട്രോഗ്ലിസറിൻ ഉണ്ട്, ഐസോസോർബിഡ് ഡൈനൈട്രേറ്റ് ഉണ്ട്, ഐസോസോർബിഡ് മോണോനൈട്രേറ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ
ഹാഫ് എത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സബ്ലിംഗൽ ഫോം നൈട്രോഗ്ലിസറിൻ കൊടുക്കുമ്പോൾ ഏകദേശം 10 to 30 minutes ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, ആ സമയത്ത് ട്രാൻസ്ഡെർമൽ പാച്ചസ് ആയിട്ട് അവൈലബിൾ ആണ്. 5 to 10 mg ട്രാൻസ്ഡെർമൽ പാച്ചസ് അവൈലബിൾ ആണ്. അതിന് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എത്ര 24 hours ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ ഐസോസോർബ് ഡൈനൈട്രേറ്റ് ആണെങ്കിലോ അതിൻ്റെ സബ്ലിംഗൽ ഫോമാണ് 60 minutes ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അതുപോലെ അതിൻ്റെ ഓറൽ ഫോമിൽ 6 to 8 hours ആയിരിക്കും വരിക. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉള്ളത് ആർക്കാണ്? ഐസോസോർബിൻ മോണോനൈട്രേറ്റ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. കാരണം ഡൈനൈട്രേറ്റുമായിട്ട് ചിലപ്പോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് ഉണ്ടാവരുത്. ഐസോർബിൻ മോണോനൈട്രേറ്റിനാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉള്ള നൈട്രേറ്റ്സ്. അത് 6 to 10 hours ആക്ഷൻ വരെ അത് കിട്ടും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇങ്ങനത്തെ പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അതുപോലെ സൈനൈഡ് പോയിസണുകൾ ഉപയോഗിക്കില്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് നൈട്രേറ്റ്സ് ഡയറക്റ്റ് ഓസ്ന അല്ലേ. ഇൻക്രീസ്ഡ് പ്രീലോഡ്, ഡൈലേറ്റ് വെയിൻ, ഡിക്രീസ് പ്രീലോഡ്, ഡിക്രീസ് HR, ബ്ലോക്ക് ബീറ്റ റിസെപ്റ്റേഴ്സ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇത് ഡിക്രീസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, ഡിക്രീസ് ദ പ്രീലോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഡ്രഗ് ഈസ് കോൺട്രാൻഡിക്കേറ്റഡ് വിത്ത് സിൽഡിനാഫിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ അറ്റിൻലോള്, നൈട്രോഗ്ലിസറിൻ, ഡിൽറ്റിയാസം, ഇവാബ്രാഡിൻ. ഇതിൽ സിൽഡിനാഫിലുമായിട്ട് കോൺട്രാൻഡിക്കേറ്റഡ് ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നൈട്രോഗ്ലിസറിൻ. ഈ രണ്ട് ഡ്രഗും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിവിയർ ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബീറ്റ ബ്ലോക്കർ ആർ യൂസ്ഫുൾ ഇൻ ആൻജൈന ബിക്കോസ് ദേ ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, റെഡ്യൂസ് ഓക്സിജൻ ഡിമാൻഡ്, ഇൻക്രീസ് കോൺട്രാക്റ്റിവിറ്റി. ഓക്കെ, സോ കോസസ് വാസോ ഡൈലേഷൻ ഓൺലി. സോ ഓക്കെ, ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻജൈനിൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? റെഡ്യൂസ് ദ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കും. അങ്ങനത്തെ നമുക്ക് ആൻജൈൻ അറ്റാക്കിന് നമുക്ക് എന്ത് ചെയ്യും? മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ ആൻജൈൻ അറ്റാക്ക് കുറയുമല്ലോ, ആൻജൈനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ യൂസ്ഡ് ഇൻ പ്രിൻസ് മെറ്റൽ ആൻജൈന, പ്രൊപ്പൻലോള്, വെരാപ്പമിൽ, ആംലോഡിപ്പിൻ, അറ്റിൻലോള്. ഓക്കെ, കാൽഷ്യം ചാനൽ ബ്ലോക്കറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇതിന് ഓപ്ഷനും കറക്റ്റായിട്ട് വരുന്ന ആംലോഡിപ്പിനാണ്. ഓക്കെ, പ്രൊപ്പൻലോൾ നമ്മൾ കൊടുക്കില്ല, അത് ബീറ്റ ബ്ലോക്കറാണ്. അത് ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൊപ്പൻലോൾ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് പ്രിൻസ് മെറ്റൽ ആൻജൈനയിൽ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രൊപ്പൻലോൾ ബീറ്റ ബ്ലോക്കറാണ് അല്ലേ. ബീറ്റ ബ്ലോക്കർ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ബീറ്റ ബ്ലോക്കർ നമ്മൾ കൊടുത്തു, അപ്പോൾ ബീറ്റ ആക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്തല്ലേ. അപ്പോൾ എന്ത് ആൽഫ 1 ആക്ഷൻ ഉണ്ടല്ലോ, അൺഒപ്പോസ്ഡ്, ഇത് നോൺ സെലക്റ്റീവ് ഡ്രഗ് അല്ലേ, അൺഒപ്പോസ്ഡ് ആൽഫ 1 ആക്ഷൻ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് എന്ത് സംഭവിക്കും? വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. ഓക്കെ, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ പ്രിൻസ് മെറ്റൽ ആൻജൈന ഉള്ള കണ്ടീഷൻസ് എന്ത് ചെയ്യും? അത് എക്സാസർബേറ്റ് ചെയ്യും. മനസ്സിലായോ? പ്രിൻസ് മെറ്റൽ ആൻജൈന ഉണ്ടാവുന്നത് തന്നെ ഈ എന്താണ് കോറണറി ആർട്ടറിയുടെ വാസോസ്പാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ആൻജൈനയാണ് ഈ പ്രിൻസ് മെറ്റൽ ആൻജൈന. സോ ആ ഒരു കേസിൽ ഈ പ്രൊപ്പൻലോൾ നമ്മൾ കൊടുക്കില്ല കേട്ടോ, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, വെരാപ്പമിൽ. പിന്നെ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? ഡൈഹൈഡ്രോപിരിഡിൻ ഡെറിവേറ്റീവ്സ് ആണ്, CCB, ദാറ്റ് ഈസ് ആംലോഡിപ്പിനാണ് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? റാനോലാസിൻ ആക്ട് ബൈ ബ്ലോക്കിംഗ് L ടൈപ്പ് കാൽഷ്യം ചാനൽ, ഇൻഹിബിറ്റിംഗ് ലേറ്റ് സോഡിയം കറൻറ്റ്, ബീറ്റ ബ്ലോക്കേഡ്, വിനോഡൈലേഷൻ. സോ റാനോലാസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇൻഹിബിറ്റിംഗ് ലേറ്റ് സോഡിയം കറൻറ്റ് ആണ്. ഓക്കെ, റാനുലാസിൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ആൻജലിൻ മെഡിക്കേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു എന്താണ് അതർ ആൻറ്റി ആൻജലിൻ മെഡിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതിലെല്ലാ ഡ്രഗ്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. റാനുലാസിൻ പഠിക്കാനുണ്ട്, ഡൈപിരിഡമോൾ പഠിക്കാനുണ്ട്, അതുപോലെ ഇവാബ്രാഡിൻ. ഓക്കെ, ഇതൊന്നും വിട്ട് കളയത് ഡ്രഗ്സ് ഒന്നും. ഇവാബ്രാഡിൻ എന്ന് പറയുമ്പോൾ എന്താണ്? SA നോഡ് ഇൻഹിബിറ്ററാണ്. SA നോഡിൽ പോയിട്ട് ഡയറക്റ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവാബ്രാഡിനാണ് വരിക, SA നോഡ് ഇൻഹിബിറ്റർ. അതുപോലെ തന്നെ ട്രൈമെറ്റാസിഡിൻ എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ട്, ട്രൈമെറ്റാസിഡിൻ. ഓക്കെ, ഈ ഡ്രഗ് നോക്കിയിട്ട് പോവുക. ഇതെന്താണെന്ന് വെച്ചാൽ പാർഷ്യൽ ഫാറ്റി ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റർ ആണ്. ഓക്കെ, പാർഷ്യൽ ഫാറ്റി ആസിഡ് എല്ലാം എഴുതി വെക്കാൻ പറ്റില്ല, നോക്കിയേക്കോ കേട്ടോ. ഫാറ്റി ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റർ. ഓക്കെ, ആ ഡ്രഗാണ് ഈ ട്രൈമെറ്റാസിഡിൻ. അതൊക്കെ അതർ ഡ്രഗ്സ് ആണ്, അത് വിട്ട് കളയരുത് കേട്ടോ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ഓക്കെ, അല്ലെങ്കിൽ PSVT ആയാലും ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? ഓപ്ഷൻസ് ലിഡോഖൈൻ, അഡിനോസിൻ, അമിയോഡാരോൺ, വെരാപ്പമിൽ. സോ ഇതിന് ആൻസർ എന്താണ്? അഡിനോസിൻ ആണ് വരുന്നത് കേട്ടോ. അഡിനോസിൻ ആണ് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ്. ക്ലാസ് 3 ആൻറ്റി അരിത്മിക് ഡ്രഗ് ലിഡോക്കെയിൻ, പ്രൊപ്പനോൾ, അമിയോഡാരോൺ, വെരാപ്പമിൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻറ്റി അരിത്മിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ അതേപോലെ തന്നെ പഠിക്കണം. 1 ഏതാണെന്ന് വെച്ചാൽ 1 അതുപോലെ ആ സെയിം ക്ലാസ് ആയിരിക്കും. 1 സോഡിയം ബ്ലോക്കർ അല്ലേ, അത് അതുപോലെ തന്നെ പഠിക്കുക. 2 ഏതാണ്, 3 ഏതാണ്, 4 ഏതാണ്, അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം അതിൽ നമ്മൾ ഈ ക്ലാസ് 1 ക്ലാസ് 2 ഏതാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക അല്ലേ. ക്ലാസ് 1 ഏതാണ്? സോഡിയം ബ്ലോക്കേഴ്സാണ്. ക്ലാസ് 2 ഏതാണ്? ബീറ്റ ബ്ലോക്കേഴ്സാണ്. ക്ലാസ് 3 വരുന്ന ക്ലാസ് 3 ഏതാ വരിക?
പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ് ക്ലാസ് 3 വരിക. ഓക്കെ, അതിൽ ക്ലാസ് 4 കാൽഷ്യം ബ്ലോക്കേഴ്സാണ് വരിക. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ, മാറിപ്പോകരുത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലാസ് 3 ആൻറ്റിറിമി ഡ്രഗ് ഏതാണ്, ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് അമിയോഡാരോൺ. ഓക്കെ, അമിയോഡാരോൻ്റെ സൈഡ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ അമിയോഡാരോൻ്റെ ടി ഹാഫ് നോക്കിയിട്ട് തന്നെ പോവുക. ടി ഹാഫ് നമ്മൾ എയിംസ് എക്സാം ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ടി ഹാഫ് നോക്കണം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അമിയോഡാരോൻ്റെ ഒത്തിരി ലോങ്ങസ്റ്റ് ടി ഹാഫാണ്, ലോങ് ടി ഹാഫുള്ള ഡ്രഗാണ്. എത്രയോ ഡേയ്സാണ് ടി ഹാഫ് വരുന്നത്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ആർക്കെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അമിയോഡാരോൻ്റെ ടി ഹാഫ് എത്രയാണെന്നുള്ളത്, എത്രങ്ങാണ്ട് ഡേയ്സാണ്, ഇത്തിരി ലോങ് ഇതുണ്ട്, ടി ഹാഫ് ഒത്തിരി വലുതാണ്, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ വെൻട്രിക്കുലർ അരിത്മിയ പോസ്റ്റ് എം ഐ വെൻട്രിക്കുലർ അരിത്മിയ ഡ്രഗ് ഓഫ് ചോയ്സ് ലിഡോക്കെയിൻ, വെരാപ്പമിൽ, അഡിനോസിൻ ആൻഡ് പ്രൊപ്പനോൾ. ഏതാ വരിക? ഓപ്ഷന് ലിഡോക്കെയിൻ ആണ് വരിക. പോസ്റ്റ് എം ഐയുടെ കേസാട്ടോ ലിഡോക്കെയിൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഡ്രഗ് ക്യാൻ കോസ് ടോസർ ഡീപോയിൻസ്? അമിയോഡാരോൺ, ലിഡോക്കെയിൻ, ക്യൂനിഡിൻ, പ്രൊപ്പനോൾ. ഏത് ഡ്രഗാണ് ടോസർ ഡീപോയിൻസ് ഉണ്ടാക്കുന്നത്? ക്യൂനിഡിൻ ആണ് അല്ലേ. ഒരു ഡിപ്രസൻസി, നമുക്ക് കാർഡിയ ഡിപ്രസൻ്റ് ആയിട്ട് വരുന്ന ഡ്രഗാണ്. QT ഇൻ്റർവെൽ പ്രൊലോങ് ചെയ്തിട്ട് ടോസർ ഡീപോയിൻസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗാണ് ക്യൂനിഡിൻ എന്ന് പറയുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ബീറ്റ ബ്ലോക്കർ വിത്ത് സ്ട്രോങ് ആൻറ്റി അരിത്മിക് പ്രോപ്പർട്ടീസ്. അറ്റിൻലോള്, സൊറ്റലോള്, മെറ്റപ്രലോള്, കാർവഡിലോള്. ഓക്കെ, ആൻറ്റി അരിത്മിക് പ്രോപ്പർട്ടി ഉള്ള ബീറ്റ ബ്ലോക്കേഴ്സ് ഏതാണ്? സൊറ്റലോള്. ഓക്കെ, അതിൽ ക്ലാസ് 3 ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, ബീറ്റ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി അതിനുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് 2ലും ക്ലാസ് 3ലും ഒരുമിച്ച് വരുന്ന ഡ്രഗാണ് സൊറ്റലോള്. ഓക്കെ, ക്ലാസ് 4 ആൻറ്റി അരിത്മിക് ഡ്രഗ് ഇൻക്ലൂഡ് പ്രൊപ്പനോൾ, അഡിനോസിൻ, വെരാപ്പമിൽ, ഡിജോക്സിൻ. ക്ലാസ് 4ൽ ഏത് കാറ്റഗറിയാണ് വരുന്നത്? കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണല്ലോ, അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് വെരാപ്പമിലാണ്. ഓക്കെ, വെരാപ്പമിൽ ഉപയോഗിക്കും, അതിൽ ഡിൽറ്റിയാസമും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഡ്രഗ് ബ്ലോക്ക് സോഡിയം ചാനൽസ്? ലിഡോക്കെയിൻ, ഡിജോക്സിൻ, അഡിനോസിൻ, അട്രോപ്പിൻ. ഓക്കെ, സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലിഡോക്കെയിൻ ആണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ അക്യൂട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ. ഡിജോക്സിൻ, ഫ്യൂറസാമൈഡ്, ലോസാർട്ടൻ, സ്പൈറനോലാക്ടോൺ. സോ നമ്മൾ ഈ കേസിൽ ഡ്രഗ് ഓഫ് ചോയ്സ് നമ്മൾ വെൻട്രിക്കുലാർ ഫെയിലിയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിജോക്സിൻ ആണെന്നല്ലേ, ഡിജോക്സിനാണെന്ന് വിചാരിക്കും. ഓക്കെ, CHF എന്നൊക്കെ ഓർക്കുമ്പോൾ. പക്ഷേ അക്യൂട്ടായിട്ട് ഉണ്ടാകുന്ന ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയറിൽ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്യൂറസാമൈഡ്. ഓക്കെ, പൾമറി കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടി. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡിജോക്സിൻ. ഇൻഹിബിറ്റ് NA+K+ATPase, ബ്ലോക്ക് കാൽഷ്യം ചാനൽ, ബീറ്റ ബ്ലോക്കർ, പൊട്ടാഷ്യം ചാനൽ ഓപ്പണർ. ഓക്കെ, സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡിജോക്സിൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് NA+K+ATPase ഇൻഹിബിറ്റ് ചെയ്യുന്നു. അടുത്ത എന്താണ്? ഡിജോക്സിൻ ടോക്സിസിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ ഹൈപ്പർ കലീമിയ, ഹൈപ്പോകലീമിയ, ഹൈപ്പർ മാഗ്നീസീമിയ, ഹൈ കാൽസ്യം ലെവൽ. ഓക്കെ, ഡിജോക്സിൻ ടോക്സിസിറ്റി കൂട്ടുന്നതിൻ്റെ കാരണം ഏതാണ്? ഹൈപ്പോകലീമിയ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിജോക്സിൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം, ഇതിന് ഒന്നാമത്തെ ഹൈപ്പോകലീമിയ ടോക്സിസിറ്റി കൂട്ടും അല്ലേ. അതുപോലെ തന്നെ ഓക്കെ, ഈ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഹൈപ്പോകലീമിയ മാത്രമല്ല ടോക്സിസിറ്റി കൂട്ടുക, ഹൈപ്പർ കാൽസീമിയ, കാൽസ്യം ലെവൽ കൂടിയാലും ടോക്സിസിറ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കുക. ഹൈപ്പോകലീമിയ. ഓക്കെ, ഹൈപ്പോകലീമിയ നമ്മളിപ്പോൾ പറഞ്ഞു. ഹൈപ്പോകലീമിയ അത് പൊട്ടാഷ്യം ലെവൽ കുറയുമ്പോൾ അല്ലേ, ഹൈപ്പോകലീമിയ. ഹൈപ്പോ മാഗ്നീസീമിയ. ഓക്കെ, ഹൈപ്പോമാഗ്നീസീമിയ, അതുപോലെ ഹൈപ്പർ കാൽസീമിയ. ഈ 3 കണ്ടീഷനിലായിരിക്കും നമുക്ക് എന്തു പറയുക, ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാവുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട. ഹൈപ്പോകലീമിയ, ഹൈപ്പോമാഗ്നീസീമിയ, ഹൈപ്പർ കാൽസീമിയ, ഈ 3 കണ്ടീഷനിലും ഡിജോക്സിൻ ടോക്സിസിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോക്സിയ, റീനൽ ഫെയിലിയർ, ഇതൊക്കെ നമുക്ക് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടർ തന്നെയാണ്. അത് ഓർത്ത് വയ്ക്കുക, അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ടോക്സിസിറ്റിയിലും കൊടുക്കുന്ന മെഡിസിൻ ഓർക്കുക. അതിൽ ലൈക്ക് ടോക്സിസിറ്റിയിൽ ഇപ്പോൾ ടാക്കി അരിത്മിയ ആണെങ്കിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് കൊടുക്കും, അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് റെഫർ ചെയ്താൽ കിട്ടും കേട്ടോ. സുപ്രാ വെൻട്രിക്കുലർ അരിത്മിയ ആണെങ്കിൽ പ്രൊപ്പനോൾ കൊടുക്കുക. അതുപോലെ വെൻട്രിക്കുലർ അരിത്മിയ ആണ് വന്നെങ്കിൽ ലിഗ്നോക്കെയിൻ ഡ്രഗ് ഓഫ് ചോയ്സ് കൊടുക്കുക. ഓക്കെ, അതിൽ AV ബ്ലോക്കോ ബ്രാഡി അരിത്മിയ ആണെങ്കിൽ അട്രോപ്പിന കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഓരോരോ ഇതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ടെക്സ്റ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സൈഡ് എഫക്റ്റിൽ സ്കിൻ റാഷസും ഗൈനക്കോമാസ്റ്റിയ ഉണ്ട്, അത് നോട്ട് ചെയ്യുക. പിന്നൊരു കാര്യം, ഡിജോക്സിനുണ്ട്, ഡിജിറ്റോക്സിനുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഡിജിറ്റോക്സിനായിരിക്കും പ്ലാസ്മ T half കൂടുതൽ.
അത് ഓർക്കുക. അത് ഹെപ്പാറ്റിക് എലിമിനേഷൻ ആയിരിക്കും വരിക. ഡിജോക്സിനാണ് റീനൽ എലിമിനേഷനും. അതൊന്നും കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. അതിൽ നമ്മൾ ടോക്സിറ്റി വരുമ്പോൾ എന്താ കൊടുക്കുക? ഡിജിബൈൻഡ്. അതറിയാലോ, ഡിജിബൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിജോക്സിൻ ആൻറ്റിബോഡീസ് ആണ് നമ്മൾ ടോക്സിസിറ്റി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്, ഡിജിബൈൻഡ്. ഓക്കെ, ഡിജിറ്റൽ ടോക്സിറ്റി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, AC ഇൻഹിബിറ്റേഴ്സ് യൂസ്ഡ് ഇൻ CHF, എനാലപ്രിൽ, അമിയോഡാരോൺ, ലിഡോക്കെയിൻ, അമ്ലോഡിപ്പിൻ. ഓക്കെ, സോ AC ഇൻഹിബിറ്റേഴ്സ് ഇതിലെ ഒരേ ഒരു ഡ്രഗ് ഉള്ളൂ അല്ലേ, ദാറ്റ് ഇസ് എനാലപ്രിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെസ്രിട്ടൈഡ് ഈസ് എ ബീറ്റ ബ്ലോക്കർ, BNP അനലോഗ്, പൊട്ടാഷ്യം ചാനൽ ബ്ലോക്കർ, ആൽഫ ബ്ലോക്കർ. നെസ്രിട്ടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു BNP അനലോഗ് ആണ് കേട്ടോ. അത് BNP എന്ന് പറഞ്ഞാൽ ബി ടൈപ്പ് നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് അനലോഗ് എന്ന് പറയും. അതായത് ഒരു പ്രോട്ടീനാണ്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. അതാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. ഓക്കെ, സോ അതിൻ്റെ പോലെ തന്നെ ഏകദേശം ഇരിക്കുന്ന സെയിം ഒരു സ്ട്രക്ചറുള്ള അമിനോ ആസിഡ് ലെവലൊക്കെ സെയിം ഉള്ള ഒരു ഇതാണ് ഈ നെസ്രിട്ടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ അത് ഈ റീകോമ്പിനൻ BNP അനലോഗാണ്, റീകോമ്പിനൻ പ്രൊഡക്റ്റാണ് നെസ്രിട്ടൈഡ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ARNI ഡ്രഗ് യൂസ്ഡ് ഇൻ CHF. ഓക്കെ, ഓപ്ഷൻ സാക്യുബിട്രിൽ പ്ലസ് വൽസാട്ടിൻ, ഡിജോക്സിൻ, അറ്റിൻലോൾ, ഡിൽറ്റിയാസം. സോ ഇതിൻ്റെ ഒരു ന്യൂവർ തെറാപ്പിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ A തന്നെയാണ്, ദാറ്റ് ഇസ് സാക്യുബിട്രിൽ പ്ലസ് വൽസാട്ടിൻ. ഓക്കെ, സോ എന്താണ് ARNI എന്നോട് ഞാൻ പറയാം. ഈ ARNI എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ആൻജിയോടെൻസിൻ റിസപ്റ്റർ, നെപ്രിലൈസിൻ ഇൻഹിബിറ്റർ. ഓക്കെ, നെപ്രിലൈസിൻ ഇൻഹിബിറ്റർ എന്ന് പറയും നമ്മൾ. ഓക്കെ, സോ ഇതാണ് ദാറ്റ് ഇസ് ANRI എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഈ കോമ്പിനേഷൻ. സാക്യുബിട്രിൽ എന്ന് പറയുന്നത് നെപ്രിലൈസിൻ ഇൻഹിബിറ്ററും വൽസാട്ട് എന്ന് പറഞ്ഞാൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ഇൻഹിബിറ്ററുമാണ്. ഓക്കെ, സോ ഈ രണ്ട് ഡ്രഗ്സിൻ്റെ കോമ്പിനേഷനാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന CHF യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. ഓക്കെ, സോ അതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 26 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇത് നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എയിംസോ, RRB, DSB, മറ്റുള്ള മഹാരാഷ്ട്ര PSC, അങ്ങനെ ഒത്തിരി ഒറീസ, അവരുടെയൊക്കെ നമ്മൾ PSC എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ചിലപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ എക്സാമിൽ നമുക്ക് ചോദിക്കാം അല്ലേ. സോ നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാൻ എല്ലാം ഇടുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.